കാലങ്ങളിലെല്ലാം നടിമാർ വിവാഹം കഴിഞ്ഞു പോയാൽ അവരുടെ പേഴ്സണൽ ജീവിതങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. അല്ലെങ്കിൽ അത്തരത്തിൽ അവർ തുറന്നു പറയുന്നതും കുറവായിരിക്കും എന്ന് പറയാം. ഇപ്പോൾ നടി രംഭയെക്കുറിച്ചുള്ള വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് എന്ന് പറയാം. രംഭയെക്കുറിച്ച് ചോദിക്കുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് 100 നാവാണ്. പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ പ്രേക്ഷകർക്ക്, മലയാളികൾക്ക് വളരെയധികം ഇഷ്ടമാണ് രംഭയുടെ വാർത്തകൾ. ഇപ്പോഴിതാ 2010 ആണ് രംഭയുടെ വിവാഹം നടന്നതെന്ന് എല്ലാവർക്കും അറിയാം. രംഭയ്ക്ക് 3 മക്കളുണ്ടെന്നും എല്ലാവർക്കും അറിയാം. അതിൽ 2 പെൺകുട്ടികളും 1 ആൺകുട്ടിയുമാണ് ഈ കപ്പിളിന് ഉള്ളത്. ഇപ്പോൾ വിവാഹം ചെയ്തതിന് ശേഷം സിനിമ ഉപേക്ഷിച്ച് രംഭ കുടുംബജീവിതത്തിലേക്ക് കടക്കുകയും ചെയ്തു. ഭക്ഷണം ഉണ്ടാക്കുന്നതും വീട് പരിപാലിക്കുന്നതും അടക്കം വിവാഹ ജീവിതത്തിലെ ഓരോ നിമിഷവും താൻ ആസ്വദിക്കുന്നുവെന്നാണ് രംഭ പറഞ്ഞിട്ടുള്ളത്. പിന്നീട് ഒരു ഘട്ടം എത്തിയപ്പോൾ ഭർത്താവിന്റെ ബിസിനസ്സുകളിൽ പങ്കാളിയായി മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാനഡയിൽ ബിസിനസ്സുമായി സെന്റേർഡ് ആയിരുന്നു ഇവർ. 3 മക്കളുമായി അമ്മയായതിനു ശേഷം ഇപ്പോൾ ടെലിവിഷൻ ഷോകളിലൂടെ രംഭ തിരിച്ചെത്തുകയും തന്റെ വിശേഷങ്ങളെല്ലാം വെളിപ്പെടുത്തുകയും ചെയ്യുകയാണ്. റിയാലിറ്റി ഷോ മെൻഡറായും ജഡ്ജായും ഒക്കെ ഇപ്പോൾ രംഭ എത്തുന്നത് തന്നെയാണ് എല്ലാവരും അതിശയത്തോടെ നോക്കിക്കാണുന്നത്. പണ്ടൊരിക്കലൊരു സമയത്ത് ഫോൺ വിളിച്ചാൽ പോലും എടുക്കില്ല എന്ന് പ്രേക്ഷകർ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എപ്പോഴും കരിയറിന്റെ ഉച്ചസ്ഥായിൽ നിൽക്കുമ്പോഴായിരുന്നു ഇത്തരത്തിലുള്ള ഒരു പിന്മാറ്റം സംഭവിച്ചതെന്ന് കൂടി പറയണം. അടുത്തിടെ അനു ഹസനുമായുള്ള അഭിമുഖത്തിൽ സംസാരിക്കവേ ടാറ്റു ചെയ്യുന്നതിനെ കുറിച്ച് രംഭ സംസാരിക്കുകയുണ്ടായി. രംഭയ്ക്ക് ടാറ്റു ഉണ്ടോ എന്നതും ടാറ്റു ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നായിരുന്നു ചോദ്യം. ഒരിക്കലുമില്ല, സൂചി എന്നാലേ എനിക്ക് പേടിയാണെന്ന് രംഭ പറഞ്ഞു. 3 കുഞ്ഞുങ്ങളെ പ്രസവിച്ചുവെങ്കിലും ടാറ്റു എനിക്ക് പേടിയാണെന്ന് രംഭ പറയുന്നു. ഗർഭകാലത്ത് ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ തന്നെ പോലും പിടിച്ചു നിൽക്കുന്നവരെ ഞാൻ അമർത്തി പിടിച്ചിട്ടുണ്ട്. അത്രയേറെ പേടിയാണ് എനിക്ക്. പക്ഷെ കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ പേര് ടാറ്റു ചെയ്യണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞ് അധികം വൈകാതെ അമ്മയായി. തുടർച്ചയായി 3 മക്കളുടെ അമ്മയായി. അങ്ങനെ ഞാൻ മുന്നോട്ട് പോവുകയാണ്. ടാറ്റുവിൻ്റെ കാര്യം ഇപ്പോൾ മനസ്സിലില്ല. എപ്പോഴോ ആലോചിച്ചിരുന്നു, ആഗ്രഹിച്ചിരുന്നു. അത് പിന്നീട് നടക്കാതെ പോയതോടെ അതങ്ങനെ വിടുകയായിരുന്നു. ഇപ്പോൾ രംഭയുടെ ദാമ്പത്യ ജീവിതം വളരെയധികം നന്നായി സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നു എന്നാണ് ഇത് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത്. നല്ലൊരു ഭർത്താവ്, 3 നല്ല മക്കൾ, അവരോടൊപ്പമുള്ള ജീവിതം ആസ്വദിക്കുകയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ രംഭ. അതുകൊണ്ട് തന്നെയാണ് പല സിനിമകളിലും വേഷം അഭിനയിക്കാൻ പറ്റാത്തത്. കൃത്യമായി അളന്ന് നോക്കിയൊക്കെ തൂക്കം വച്ചുമൊക്കെ ഇത്തരത്തിൽ അഭിനയിക്കുന്നതും ഇത്തരം ഒരു കാര്യമുള്ളത് കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നതും അതുപോലെ സംസാരിക്കുന്നതുമെല്ലാം അക്കൂട്ടത്തിൽ തന്നെയാണ് എന്ന് പറയാം. വളരെ മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് ഇവർ സംസാരിക്കുകയും പരസ്പരം തന്നെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വിലയിരുത്തുകയും ചെയ്യുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.